என்னோட தம்பிக்கு அடிபட்டிருந்துச்சு. என் தம்பி வந்து இங்க கட்டு போட்டுட்டு, அவனுக்கு வந்து சபரிமலைக்கு போற டைம் 48வது நாள் கோயிலுக்கு போணும்னு சொல்ட்டு, அந்த டைம்ல அவனுக்கு அடிபட்டிருந்தப்போ, இங்க வந்து கட்டு போட்டுட்டு, ஒரே வாரத்துல என் தம்பிக்கு சரியாயி அவன் கோவிலுக்கும் போயிட்டான். அதனால அந்த நம்பிக்கையில தான் நாங்க இங்க வந்தோம். ഇവരൊക്കെ വെറുതെ കേട്ടറിഞ്ഞു വന്നവരല്ല. ഇവരുടെയൊക്കെ റിലേറ്റീവ്സിന് ഇതുപോലെ അപകടങ്ങൾ സംഭവിച്ചിട്ട് 5 ദിവസം കൊണ്ട് വൈദ്യുതി നേരെയാക്കി കൊടുത്തു. അങ്ങനെ അനുഭവത്തിൽ നിന്ന് ഇവരിവിടെ എത്തിയതാണ്. ഈ ചികിത്സ വൈദ്യര് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. വൈദ്യര് ഇതിന് പണം വാങ്ങിക്കുന്നില്ല. ആ മരുന്നിന്റെ പൈസ മാത്രം. അത് ഈ പറഞ്ഞ പോലെ 350 300 ആ കൊടുക്കുന്ന മരുന്നിന്റെ വില മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ ഒത്തിരി കാലത്തെ ചരിത്രം അദ്ദേഹത്തിന് പറയാനുണ്ട്. ഇപ്പൊ എത്ര വയസ്സായി? 82 വയസ്സായി. മരത്തിൽ നിന്ന് വീണൊക്കെ തളർന്നു കിടക്കുന്നവര്, അരയ്ക്ക് താഴേക്ക് ഒരു ചലനമില്ലാത്തവരൊക്കെ വൈദ്യര് സുഖപ്പെടുത്തി എന്നാ പറഞ്ഞത്. ഇപ്പൊ ദൂരെയുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വൈദ്യര് ഈ മരുന്ന് കൊടുത്തുവിടും. ആ മരുന്ന് കൊണ്ടുപോയി വെച്ച് കെട്ടിയാൽ മതി. വൈദ്യര് പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഒത്തിരി പേര് ഇതുപോലെ തളർന്നു കിടക്കുന്നവരൊക്കെ എനിക്കറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. വൈദ്യരെ നമ്പറൊക്കെ കൊടുക്കാം, വൈദ്യരെ വിളിക്കുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ ബന്ധുക്കൾ ആരെങ്കിലും വന്നിട്ട് ഈ മരുന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ടൊന്ന് അവരെ ഒന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള അവസ്ഥയിലേക്ക് മാറ്റുമെന്നാണ് വൈദ്യര് പറയുന്നത്. ഈ മരുന്നിനെ കുറിച്ച് വൈദ്യര് ഡീറ്റെയിൽസ് പറയും. ഇത് കൊടുത്തു വിടുക, രണ്ട് കൂട്ടും. ഒരു ചെറുത് മാത്രം കുഴച്ചിട്ട് കാര്യമില്ല, രണ്ടും മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് കെട്ടണം. ഞാൻ കുറച്ച് കൊടുക്കാം, അവർ കെട്ടണ കാണിച്ചു കൊടുക്കും. അതേമാതിരി ചെയ്താൽ മതി. ഇത് പണി ജോലി എടുക്കും. തണുപ്പ് ചൂട് വന്നാൽ ഞാൻ രോഗിനെ എടുക്കും. ഒന്നുമില്ലെങ്കിൽ പറ്റാൻ മതി, വെറുതെ ആൾ ബുദ്ധിമുട്ടിക്കില്ല. വൈദ്യര് ഈ മരുന്ന് വെക്കുന്ന സമയത്ത് ഈ മരുന്ന് വെച്ചാൽ തണുപ്പും ഈ മരുന്ന് വെച്ചാൽ ചൂടും നമുക്ക് ബോഡി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ആക്ട് ചെയ്യുള്ളൂ. എന്നാൽ മാത്രമേ വൈദ്യര് സുഖപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് പറയുള്ളൂ. ഈ മരുന്ന് വെക്കുമ്പോൾ തണുപ്പും ചൂടും അറിഞ്ഞില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയും. അപ്പൊ 100% സുഖപ്പെടുത്തും എന്നുള്ള മോഹന വാഗ്ദാനം ഒന്നുമല്ല. ഈ മരുന്ന് ആക്ട് ചെയ്യെങ്കിൽ സുഖപ്പെടുത്തും, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയൂ കേട്ടോ. ഞാൻ പിടിച്ചോടി നല്ല തണുപ്പ്. ഇത് ചൂടാ, ഇത് വെക്കണ്ട. ആ ചൂടാണ് അല്ലേ? കുഴപ്പമില്ല. ഒരു കുത്ത്, നല്ല കുത്തുണ്ട്. ഇത് പച്ച മരുന്ന്. ഇത് എല്ലൊടിഞ്ഞേന്. അതോ ചതവ് നീർക്കെട്ട്, തേയ്മാനമൊക്കെ. ഇത് മരുന്ന് പിടിച്ചു നിർത്തുന്ന സാധനം ആണല്ലേ? ഇത് പണിയെടുക്കും. ഇത് തണുപ്പ് വരും, ചൂടാവും. ഡോക്ടർമാർ പഠിക്കാനുള്ള ശാസ്ത്രയോഗം. അപ്പൊ എന്റെ കൈ പോയി. കണ്ട, ഇതാണ് അതാണ് മർമ്മം. മർമ്മം പഠിക്കും. 82. ഇത് 6 പാക്ക് ആട്ടോ. ഇവിടെ മർമ്മത്തിൽ പിടിച്ചപ്പോ ശരിക്കും പറഞ്ഞ പൊളഞ്ഞു പോയിട്ടോ. ഇവിടെ തൊടുള്ളൂ. ഇനി തൊടുന്നോടത്തൊക്കെ പ്രിൻസിപ്പാളൊക്കെ വരും. நாங்கள் ஊட்டியிலேருந்து வரோம். எங்களுக்கு இப்போ தான் காலை ஒரு ட்ரெயினை டயர் நசுக்கி கால் சின்ன எலும்பு உடஞ்சிச்சுட்டாங்க. அது மூலயமா நாங்கள் அங்கே இருந்து ஃபோன் மூலியமாக வைத்தியரை வந்து பார்க்கலான்னு, ஒரே கட்டு போதும், ഇതിലേ நாங்கள் ரெடி பண்ணி விட்ருவோம் அப்படின்னு சொல்லி அவர் கட்டு போட்டு விட்டுருக்காரு. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി നമ്പ്യാരൂന്നടുത്ത് കുടുക്കി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നോളൂ. വേലായുധൻ വൈദ്യരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇത് വെച്ചപ്പോ ശരിക്കും கொஞ்சம் மேலே இங்கே അത് വരും. അത് വരെ അത് തന്നെ ഇരിക്കട്ടെ. அதுக்கு மேலைக்கு தனியாக வச்சிருக்கு. சுத்துக்கு எவ்வளோ? 1500. ஒரு சுத்துக்கு 1500. 3000, 4500, 6000 போதுം. ഇവിടെ പേടിപ്പിക്കുക, പൈസ മേടിക്കില്ല. മുള കൊണ്ട് മുറിച്ചുണ്ടാ. അത് കുത്താണ്ടിരിക്കാൻ ഈ തുണിയിൽ പൊതിയും. അപ്പൊ മുറിയാവില്ല. ഞാൻ കോഴിക്കോട് 35 ഉണ്ടായിരുന്നു. 5 ആശുപത്രി പോയതാണ്. അതാണ്. ഇത് അരയ്ക്കാൻ പറ്റില്ല. ഇത് സ്വന്തം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ സ്വന്തം ഉണ്ടാക്കാം. 2 മണിക്ക് നിൽക്കണം.
എങ്ങനെ? 2 മണിക്ക് എണീക്കണം. പുലർച്ചെ 2 മണിക്ക്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. അതാണ്, ആരും ശബ്ദം ഉണ്ടാവില്ല. ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വരും, ഇവിടെ കോയമ്പത്തൂരിൽ നിന്ന് മദ്രാസിൽ നിന്ന് വരും, പുതുക്കോട്ടയിൽ നിന്ന് വരും, തഞ്ചാവൂരിൽ നിന്ന് വരും. ഇവിടുന്ന് എത്ര ഡോക്ടർമാരെ വരുന്നു. അവർക്ക് ഈ മരുന്നായിരിക്കില്ല. ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന പറയും, ഇവിടെ ഓപ്പറേഷൻ വേണ്ട. ഇപ്പൊ മരുന്ന് കിട്ടാൻ പ്രയാസമുണ്ടോ ഇതിന്? മരുന്ന് നമ്മൾ നട്ടുണ്ടാക്കല്ലേ, നട്ടുണ്ടാക്കുകയാണ്. അത് കിട്ടൂല. നല്ലത് കിട്ടില്ല. കാട്ടിൽ പോയി കാട്ടിൽ 2 മരുന്നാണ്. ഒന്ന് എല്ല് തേയ്മാനം, മുട്ട് തേയ്മാനില്ലേ, അതൊക്കെ പോയിട്ട് 3 ലക്ഷം തിന്നിട്ട് ഇങ്ങോട്ട് വരും. അതെ, മുട്ട് തേയ്മാനം. അതൊക്കെ ആശുപത്രി ഗവൺമെന്റിന്റെ ക്വാർട്ടർ ഇവിടുന്നൊക്കെ. വൈദ്യരുടെ കൈപ്പുണ്യവും പച്ചമരുന്നിന്റെ കുറെ കൊല്ലായി. ഇത് എന്ത് പറ്റിയതാ, എങ്ങനെ പൊട്ടിയതാ? இது ക്രെയിൻ ടയർ இருக்குல்ல, அதுல நசுக்கி விட்டுருச்சு. അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ? എക്സ്റേ மட்டும் എടുത്തിട്ട് സ്ട്രെയിറ്റ് ഇങ്ങ വന്നു. വയനാട് ജില്ലയിലെ ചീരാലടുത്ത് കുടുക്കി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ വേലായുധൻ എന്ന് പേരുള്ള ഒരു വൈദ്യരുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് കേട്ടറിഞ്ഞ് വന്നതാണ്. 3-4 പൊട്ടുകളായിട്ട് വന്ന കേസുകൾ വരെ അദ്ദേഹം ഒരൊറ്റ കെട്ടുകൊണ്ട് നേരെയാക്കി വിടുന്നുണ്ട്. അപ്പം അത്രമേൽ ഫലവത്തായ പച്ചമരുന്ന് കൂട്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്.